അങ്ങനെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ നല്ല ചുള്ളനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ആദ്യം തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായിരിക്കും കാരണം? ഒബ്വിയസ്ലി നമ്മുടെ അനീഷേട്ടനും അനുമോളും. നമ്മുടെ അനീഷേട്ടൻ്റെ പ്രേമം തുറന്നു പറഞ്ഞ ദിവസമല്ലേ, അപ്പോൾ എന്തായാലും ലാലേട്ടന് അത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ലാലേട്ടൻ ആദ്യം തന്നെ അത് തന്നെയാണ് ചോദിക്കുന്നത്. ലാലേട്ടൻ എന്നോട് പറ ഐ ലവ് യു എന്നുള്ള ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ ചിരിക്കലട കള്ള എന്ന് നോക്കി നമ്മുടെ അനീഷേട്ടനെ കളിയാക്കുന്നുണ്ട്. അനീഷേട്ടൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ സന്തോഷിച്ച് മതിമറക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം നമ്മുടെ അനീഷേട്ടൻ പറയാണ്, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷവും ചിരിയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇത് കേട്ടിട്ടുള്ള ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ വാ പൊളിച്ച് നിന്നു അനീഷേട്ടൻ പറയുന്നത് കേട്ടിട്ട്. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ പൊക്കുന്നത് അനുമോളെയാണ്. അനുമോൾ. അപ്പം അനുമോൾ, എന്താ ലാലേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അനുമോൾ. അപ്പോൾ അനുമോൾ, നല്ല വിശേഷം ലാലേട്ടാ, ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് എനിക്കിനി വരാനുള്ളത് എന്നൊക്കെയായിരുന്നു അനുമോളുടെ ഒരു എക്സ്പ്രഷൻ. അതേപോലെ അനുമോൾ പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഇതേപോലെ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അനുമോൾക്കുണ്ട് കേട്ടോ. അനുമോൾ അത് നേരത്തെ പറഞ്ഞായിരുന്നു, അനുമോളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആരും. അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു സന്തോഷമൊക്കെ അനുമോൾക്കുണ്ട്. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ അലറി വിളിച്ചങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ്? ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് കൊളുത്തി കൊടുത്തിട്ട് പോയതാണ്. അതപ്പോൾ ഈ ലെവലിൽ ഈ രീതിയിൽ വരെ എത്തി. എനിക്ക് തോന്നുന്നതേ, അനീഷേട്ടൻ ആദ്യം ലാലേട്ടൻ വന്ന സമയത്ത് നമ്മുടെ അക്ബറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ പിടിച്ച സമയത്ത് അനീഷേട്ടന് തോന്നിക്കാണും അക്ബറുമായിട്ട് കൂട്ടുവിടാം, ആ കോംബോ പുറത്തിറങ്ങിയ സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അനീഷേട്ടൻ കൂട്ടുവിടാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ വന്ന അനുമോളുമായിട്ടുള്ള ക്രഷിൻ്റെ കാര്യം ചോദിച്ചപ്പം അനീഷേട്ടന് തോന്നിക്കാണും മേ ബി അതുമൊക്കെ വർക്കൗട്ട് ആകുമായിരിക്കും പുറത്ത്, അതുകൊണ്ടാണോ അനീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ മേ ബി ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്ത് മനസ്സിൽ തോന്നിയൊരു ഇഷ്ടവുമാകാം. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ലാലേട്ടൻ ഇതിനെക്കുറിച്ച് നല്ല രീതിക്ക് ചോദിക്കാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. വേറെയൊന്നും പ്രത്യേകിച്ച് ആ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചകൾ നടന്നിട്ടില്ലല്ലോ. അപ്പം കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും.